എന്തുവാ ഇത്ര വൈകിയത്? എടാ ഇച്ചിരി വൈകടാ. എടാ നിങ്ങളൊരു സാധനം കാണിക്കട്ടെ. ഇതൊരു നാണയമല്ലേ? അതേടാ, ഇത് പഴയതാടാ, പണ്ടത്തെ ഇന്ത്യയുടെ ഒരാണ. എടാ നിനക്കിത് എവിടെ നിന്ന് കിട്ടിയാ? എടാ അത് ഞാൻ കഴിഞ്ഞ ദിവസം ആ റോട്ടിൽ കൂടെ വന്നപ്പോ ഇല്ലേ കാല് തെറ്റി വീണതാ. അപ്പൊ ആ ടാറിന്റെ ഇടയിൽ കൂടെ എനിക്ക് കിട്ടിയ. എടാ വെക്കേഷൻ അല്ലേ, നമുക്ക് വല്ലതും ചെയ്താലോ? എടാ നമ്മക്കിപ്പോ എടാ ഞാൻ ഇന്നലെ ഒരു സിനിമ ഉണ്ട്, അതിന്റെ അകത്തൊരു ഗെയിം ഉണ്ട്. അതിന്റെ പേര് ഓജോ ബോർഡ്. എടാ ആ ഗെയിമൊക്കെ ഓജോ ബോർഡ് കളിച്ചാ അതേട്ടാ വെക്കേഷൻ ആയതുകൊണ്ട് വെക്കേഷൻ പ്ലാൻ ചെയ്യാവുന്ന. ഹലോ, നമുക്ക് ഓജോ ബോർഡ് ഈ നാണയം വെച്ച് കളിച്ചാലാ? പക്ഷെ നമ്മൾ കളിക്കാൻ സ്ഥലമില്ലല്ലോ. എടാ ഒരു കാര്യം ചെയ്യാം, എന്റെ വീട്ടിൽ കളിക്കാം. നാളെ അച്ഛനും അമ്മയൊക്കെ റിസപ്ഷന് പോകുന്നുണ്ട്. ആണാ? എടാ അപ്പ നമുക്ക് നിന്റെ വീട്ടിൽ തന്നെ കളിക്കാമെങ്കിൽ. ആടാ ശരി, നീ വിളിച്ചാ മതി, അപ്പൊ ഒന്ന് പറഞ്ഞാ മതി കേട്ടാ. ശരി, നിങ്ങളൊന്ന് പറഞ്ഞേക്കാൻ കേട്ട്. എന്താ ഓജോട്ട് വിളിക്കാൻ പോണല്ലേ? ചിരിക്കണ്ട, അതിന്റെ ഭവിഷ്യത്ത് നിനക്ക് അറിയാഞ്ഞിട്ടാ. ഞാനുള്ളപ്പോ ഈ പരിപാടി ഞാൻ സമ്മതിക്കില്ല. പരിപാടി വേണ്ട കേട്ടോ ദേവ, ഞാൻ സമ്മതിക്കില്ല വീട്ടിൽ. ഞാൻ അച്ഛനോട് പറയും. നിനക്ക് അതിന്റെ കാര്യങ്ങൾ അറിയണ്ട, ഒരുപാട് പ്രശ്നങ്ങൾ വരും. പണ്ട് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു. എന്തുവാട്ടാ ചേട്ടൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞ കൂട്ടുകാരായിട്ട്? ഒന്നുമില്ല, നിങ്ങള് ഓജോ ബോർഡ് കളിക്കണ്ട, അത്ര തന്നെ. ഞാൻ സമ്മതിക്കില്ല. ശരി, ഞങ്ങൾ കളിക്കത്തില്ല. ഇനി ഞാൻ പോയിട്ട് ആ കോയം വെച്ചെങ്ങാനും ഓജോ ബോർഡ് കളിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പ്രശ്നമാക്കും കേട്ടോ, ഉള്ള കാര്യം പറയാം. എന്തുവാടാ പറഞ്ഞിട്ട് പോയാ? എനിക്കറിയത്തില്ല, സാധനം പറയാറില്ല. എനിക്ക് മനസ്സിലാക്കാം. എടാ എനിക്ക് പ്രേതത്തിന്റെ അതൊന്നും കളിക്കാൻ പറ്റത്തില്ല, നിന്റെ ചേട്ടൻ സമ്മതിക്കത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നിന്റെ വീട്ടിൽ ഇരുന്ന് വല്ല സിനിമയും കാണാം. നമുക്ക് സിനിമ വേണം നാളെ. നിന്റെ അമ്മയോട് പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം. ഞങ്ങള് നമുക്ക് രണ്ടാൾക്കും അല്ല എന്ത് ഹോറ, നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. അവിടെ വെച്ച് തീരുമാനിക്കാം. എങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം. ബൈ. ഹലോ, എന്താ വിളിച്ച? ഹലോ, ആടാ പറയടാ. എടാ ചേട്ടൻ ഇന്നലെ നമ്മള് ചീത്ത പറഞ്ഞപ്പോഴേ എനിക്ക് എന്തോ പന്തികേട് തോന്നിയെന്ന്. ചേട്ടൻ പുറത്തേക്ക് പോയ സമയം നോക്കി ഞാൻ ചേട്ടൻ മുറിയിൽ കയറി നോക്കി. ചേട്ടനെ പണ്ട് ഡയറി എഴുതുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പം ചേട്ടന്റെ ഡയറി ഒന്ന് എടുത്തു. കുറച്ച് പേജ് ഞാൻ നോക്കിയപ്പോഴാ ഒരു സംഭവം എനിക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ട ഡയറി, ഈ വേനലവധിക്കാലം ഇനിയും കിടക്കെ ഞാനും ഗൗതവും രാമനും ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ഓജോ ബോർഡ്. നാളെയാണ് ഞങ്ങൾ കളിക്കാൻ തീരുമാനിച്ചത്. ഇത് കളിച്ചാൽ മരിച്ചുപോയ ആത്മാക്കളുമായി സംസാരിക്കാനാവും എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. അത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്.
11 ഏപ്രിൽ 2015 ശനിയാഴ്ച. എനിക്കാകെ ഭയമാകുന്നു. ഇന്നലെ നിന്നോട് പറഞ്ഞ പോലെ ഞങ്ങൾ ആ കളിയൊന്ന് പരീക്ഷിച്ചു നോക്കി. കള്ളം എന്ന് വിചാരിച്ചിരുന്ന ഈ മാധ്യമം സത്യമാണെന്ന് തെളിഞ്ഞു. ഏപ്രിൽ 2015 തിങ്കൾ. ഇന്ന് തിരുമേനിയെ കൊണ്ട് ഹോമം നടത്തി ആ ബാധയെ ആവാഹിച്ചു. അതിനെ വീടിൻ്റെ ഒരിടത്തിൻ്റെയും കുറേ ദൂരെ അകലെയുള്ള പഴയ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറ് കുളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് കുഴിച്ചിട്ടു. അവിടെ ആകെയുള്ള തെങ്ങും തൈയുടെ കിഴങ്ങ്. എടാ എങ്കിൽ നമുക്ക് വൈകുന്നേരം തന്നെ പോവാം. ആ വൈകുന്നേരം പോവാം. ഞാൻ ചിരട്ടയൊക്കെ എടുക്കാം. ശരി. എടാ ഇവിടെ എല്ലായിടത്താണോ സ്ഥലം? അല്ലടാ കുറച്ചുകൂടെ എടുക്കണം. എടാ ഇതാണ് ചേട്ടനാ ഡയറി എഴുതുന്ന സ്ഥലം. എടാ ഇത് തന്നെയാണോ? ആണോ? ആയിരിക്കടാ, കുഴിച്ചോക്കാം. കുഞ്ഞാപ്പൂ, നീ വാഴണ്ടിയുടെ ഗൗരി, നീ ഈ തെങ്ങിന്റെ ഈ സൈഡിലോട്ട് കുഴിക്കും. ഞാൻ അവിടെ കുഴിക്കാം. ഇതിന് കിട്ടുമോ നോക്കാം. ഇല്ലടാ. നോക്കാം. ഒന്നും കിട്ടണം. നമുക്ക് പോകാം. എനിക്ക് വേടാ പോവാം. ഒരു കാര്യം ചെയ്യാം. എനിക്ക് വേടാ, നമുക്ക് പോകാം. ഒന്നും കിട്ടില്ലേ? ചേട്ടൻ ചുമ്മാടെ ജയിക്കും. ആ ശരിയാ, ചുമ്മാ പറ്റിക്കാൻ. ദേവാ, ഞങ്ങൾ പോവാണേ. ആ നോക്കിക്കണ്ടിരിക്കട്ടോ. ആ അവന്മാരിപ്പോ വരുമെന്ന് പറഞ്ഞ. കുഞ്ഞാപ്പൂ, ദേവന് ഏത് സിനിമ കാണുമെന്നാടാ പറഞ്ഞ? ആ എനിക്ക് കൃത്യമായിട്ട് അറിയണം. നമുക്ക് അവനോട് ചോദിക്കാം. ആ അതേ അവര് വന്ന്. എടാ ദേവാ, ഞങ്ങളെത്തി. നിങ്ങൾ എത്തിയോ? ആന്റി ഞങ്ങളെത്തി. ഞങ്ങളെ ഒരു റിസപ്ഷന് പോയിട്ട് പെട്ടെന്ന് വരാം. ഇരിക്കും കേട്ടാ. ആ ശരി. കഥയൊക്കെ പൂട്ടിട്ടിരിക്കണം കേട്ടോ. ആ ശരി പാലിച്ചേട്ടാ. ആ വാടാ, വാ ഇരിക്കി. ആ ശരി വാ. എടാ ദേവാ, ഇന്ന് ഏരിയാക്കി ഇട്ടിട്ട് സിനിമ കണ്ടാ പോരെ? ആടാ അത് മതി. വാ നീക്കി ഇങ്ങോട്ടേക്ക്. ഇത് വരടാ. ഇത് മതി. നീ ടി വി ഓൺ ചെയ്. വാ. അനുവല്ലേ പോരെ? ആടാ അത് ശരിയാ, അതാ രസം. ഗൗരി എടാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാം. നീ ശരിയടാ. ആടാ കണ്ടു പോയാ? എടാ ഇനി എന്ത് ചെയ്യണം? സിനിമ എങ്ങനെ കാണും? സിനിമ എന്തായാലും എനിക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മെഴുകുതിരി കത്തിച്ചിട്ട് ഇരിക്കാം. ആ എടാ കുഞ്ഞാപ്പൂ, അത് കത്തിച്ചില്ലേ? ലൈറ്റ് ഓഫ് ചെയ്തേക്കടാ. ചാർജ് കളയണ്ട. എടാ എന്തായാലും ഇപ്പൊ കറണ്ട് പോയി. നമുക്ക് ഈ താഴത്ത് ഇരുന്ന് വല്ല പ്രേതക്കഥയും പറയാം. അത് മതി. മെഴുകുതിരി എടുത്തേക്കാം. വാ. അത് നീ പറയെങ്കിൽ. എങ്കിൽ ഞാനൊരു കൊലപാതകത്തിന്റെ കഥ പറഞ്ഞു. എടാ ഒരു സ്ഥലത്തെ ഒരച്ഛന് 3 മക്കളുമായിരുന്നു. പുള്ളിയുടെ കൈ ഭയങ്കര പൈസയായിരുന്നു. പുള്ളിയുടെ കൈ നമ്മള് വിലമതിക്കാത്ത അത്രയുള്ള പൈസയുടെ ഒരു മോതിരമുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ മക്കൾ. എന്താടാ? ഇല്ല. എന്നിട്ട് പുള്ളിനെ കുഴിച്ചിട്ട്. എടാ ദേവ, നീ അല്ലേടാ എന്നെ തോണ്ടിയ? അത് തന്നെ, ദേവനല്ല. പിന്നെ ആരാ? പുറകില് ആരും ഇല്ലല്ലോ. ആ
എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഇളയ മകൻ വന്നു. മയവാന് ഭയങ്കര പൈസയുടെ അത്യാവശ്യം. പുള്ളീനെ കുഴിച്ചെടുത്തിട്ട് പുള്ളിയുടെ കയ്യിലെ വിരല് അറുത്ത് കുഞ്ഞാപ്പൂതിന്റെ പുറകിൽ കണ്ടു വന്നു. എങ്കിലും നമുക്ക് പുറത്തു നോക്കിയാലോ? വേണം പോയി നോക്കാം. ഗൗരി വാടാ. ആരാ ബെല്ലടിച്ച? മണി 8 കഴിഞ്ഞല്ലോടാ. നിങ്ങൾ സിനിമ ഉണ്ടായിരുന്നോ? ഇല്ല ചേട്ടാ, സിനിമ കാണാൻ പറ്റിയില്ല, കറണ്ട് പോയി. കുഞ്ഞാപ്പൂ, എങ്കിൽ നമുക്ക് പോയാലോ? ആടാ, എന്നാ നമുക്ക് പോവാം. ബാലു, ഇവരൊന്ന് കൊണ്ടുപോയി. ഇത്രയും രാത്രിയായില്ലേ? അവിടെ ഞാൻ കൊണ്ടുവിടാം. വാങ്ങി, നിങ്ങൾ ഇത്രയും ഇരുട്ടായില്ലേ, ഇനി ഒറ്റയ്ക്ക് പോകാൻ നിൽക്കണ്ട. നീ വാ. നിങ്ങള് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? ഒന്നുമില്ലേട്ടാ. എത്ര നേരം എവിടെ പോയിരിക്കായിരുന്നു ഗൗരി? ആ മോളിൽ എന്താ ബുക്കൊക്കെ ഇങ്ങനെ അലങ്കോലൊക്കെ ഇട്ടിരിക്കണ? വെക്കേഷൻ ആണെന്ന് ഉത്തരവാദിത്തം ഇല്ലാതെ നടക്കണം. അപ്പൊ അടുക്കി വെച്ചതൊക്കെ എന്താണ്? ചേട്ടാ, ചേട്ടനാണോ എന്റെ ബുക്കൊക്കെ പറിച്ചിട്ട്? ഞാനൊന്നുമല്ലോ പറിച്ചിട്ട്. ചേട്ടാ ഉറങ്ങാം. ഓക്കേടോ. ഇതെന്താ മഞ്ഞത്ത്? ആരാ മഞ്ഞത്ത് വരണേ? ഞാനല്ലേ? എടാ ഗൗരി, 6th സിയിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ ഫോൺ എടുത്ത് നോക്കൂ. ശീല, ആ സാറിട്ടാമേ. എന്തുവാ? ആ കുട്ടികളൊക്കെ വെക്കേഷന്റെ ആ കുറിപ്പൊക്കെ എഴുത. ഞാൻ പോയി എഴുതിട്ട് വരാം. ഇതൊക്കെ ചെയ്യുക.
ഈശ്വരാ, ഞാൻ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണേ. ഇനി ഞാൻ ഈ കൃഷ്ണനെ കൊണ്ട് കിടന്നോളാം എപ്പോഴും. ദൈവമേ, ഞാൻ എന്റെ കൈയിട്ട് എനിക്കൊന്നും പറ്റല്ലേ. ദൈവമേ, ഇനിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. ഞാൻ അതിനു വേണ്ടി എന്റെ കയ്യിൽ ഇതെപ്പോഴും വെച്ചോളാം. ചേട്ടാ, ഇതെന്റെ ബോളാ. എന്നാടാ. എടാ, നീ വഴിയിരുന്ന് കളിക്കുവായിരുന്നോ? അതെ ചേട്ടാ. അല്ല, നിന്റെ പേരെന്താ? നിന്നെ ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് അപ്പു. അവധി ആയതുകൊണ്ട് ഞാൻ എന്റെ അമ്മ വീട്ടിൽ താമസിക്കാൻ വന്നേ. അല്ല, നിന്റെ വീട് എവിടാ? എന്റെ വീട് ഇവിടെ അടുത്താ ചേട്ടാ. ചേട്ടാ, നീ ഞങ്ങളപ്പോ കളിക്കാൻ വേണോ? ഇല്ല ചേട്ടാ, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പേര് പറഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ ഒക്കെ പേരെന്താ ചേട്ടാ? എന്റെ പേര് ഗൗരി. എന്റെ പേര് കുഞ്ഞാപ്പു. എന്റെ പേര് ദേവൻ. അല്ല, നിങ്ങളുടെ ഒക്കെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ആടാ, ഞങ്ങളുടെ വീട് അടുത്ത. നീ എത്രാം ക്ലാസ്സിൽ പഠിക്കണം? ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടാ. ചേട്ടാ, നമുക്ക് കളിക്കാൻ പോവാ. ബൈ. എടാ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്താടാ? ഒന്നുമില്ല ചേട്ടാ. എടാ, ഇപ്പൊ ഞാൻ പറയാൻ പോണ കാര്യം ഇതിന്റെ തോന്നലാണോ അതോ കാര്യമാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇന്നലെ ഞാൻ ബാത്റൂമിൽ പോയപ്പോഴേ കണ്ണാടി നോക്കിയപ്പോ എന്റെ രൂപം എന്നെ തന്നെ നോക്കണമെന്ന് എനിക്ക് തോന്നി. ഇന്നേ രാത്രി ഞാൻ ചെന്നപ്പോ എന്റെ ബുക്കെല്ലാം പറഞ്ഞു നടക്കുമായിരുന്നു. അതുകൊണ്ട് അമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. പക്ഷെ ഇതല്ല, പിന്നെയും രാവിലെ എന്റെ ബുക്കെല്ലാം മറിഞ്ഞു നടന്നു. ഞാൻ അതൊക്കെ അടുക്കിത്തിരിക്കുന്ന സമയത്ത് ഒരു രൂപം കണ്ടു. അതിനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ എന്റെ രൂപം എന്നെ തള്ളിയിട്ടു. പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. എടാ, ഞാൻ ഈ കാര്യം പേടിച്ചിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പൂജാമുറി പ്രാർത്ഥിച്ചിട്ട് ടീച്ചേനും കൊണ്ട് ഇപ്പൊ നടക്കുക. എടാ, നിങ്ങളുടെ കയ്യിലുവാ? എടാ, മഴക്കാറൊക്കെ എന്നാ നമുക്ക് പോവാ. എടാ, അമ്മ കുറച്ച് സാധനം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടേ വീട്ടിൽ പോകാൻ പറ്റൂ. ശരി.
ചേട്ടാ ഇതേത് സ്ഥലം? ദേവാ എന്റെ കയ്യിലും കാലിലൊക്കെ രക്തം. ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്റെ കയ്യിലെന്താ ചോര? പോലെ എടാ നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. അതിൻ്റെ അകത്ത് നമ്മളെ 3 പേരെ ഒരാൾ കൊല്ലുന്നുണ്ട്. ആടാ ഞാനും അത് തന്നെ കണ്ടേ. എടാ ഞാനും നിങ്ങൾ വേഗം വാ, നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എത്തിയേക്കാം. വരാം. വേഗം വാ. ഓക്കെ. എടാ നമ്മളൊന്ന് കുഴിച്ചപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയായിരുന്നോ? എനിക്കൊന്നും കിട്ടിയില്ല. എനിക്കും നിങ്ങൾ പറയാനൊന്നും കിട്ടിയില്ല. പിന്നെ എന്തായിരിക്കും? ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോഴാ ഓർത്തത്, അന്ന് ഞങ്ങള് കുഴിച്ചില്ലേ, അപ്പൊ എനിക്കൊരു കാലിക്കുപ്പി കിട്ടിയായിരുന്നു. ദൈവമേ, ഇനി അതെങ്ങാനും ആണോ? എനിക്കതൊരു കള്ളുപ്പിയായിട്ടാ തോന്നിയത്. ഫുഡ് വെച്ചിട്ട് വരാം. പാടാ. ഹായ് ചേട്ടാ, ഇന്ന് എന്റെ അമ്മ വിട്ട് ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ. ആടാ വന്നോ. ഹലോ മണിച്ചേട്ടാ, എന്താ? ഞങ്ങള് ദേവന്നി. ആരാട്ടോ വിളിച്ചേ? എടാ അത് മണിച്ചേട്ടനാ. നമ്മളെ ഗ്രൗണ്ടിലത്തെ സ്ഥലത്തില്ലേ, വരാൻ പറഞ്ഞല്ലായിരുന്നു. വാ. അല്ലെങ്കിലും മണിച്ചേട്ടൻ കുറച്ച് ദിവസം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണാവോ, പോയി നോക്കാം. വേഗം ഓടിപ്പോവാ. എന്താ മണിച്ചേട്ടാ ഞങ്ങളെ വിളിച്ച? ആര് വിളിച്ചു? മണിച്ചേട്ടനല്ലേ ഞങ്ങളെ വിളിച്ച? ഞാനങ്ങ് വിളിച്ചിട്ടില്ല. മണിച്ചേട്ടൻ വിളിച്ചൊന്നും കാണുന്നില്ല. നിങ്ങൾ തന്നെ നോക്കട്ടെ. നോക്ക്. ആടെ വിളിച്ചിട്ടില്ല. പിന്നെ ആരായിരിക്കും വിളിച്ചത്? വിളിച്ചിട്ടില്ലല്ലോ. ശരി. പാടാ. അല്ലെങ്കിൽ അവിടെ നിന്നേ. നിങ്ങളെ 2-3 ദിവസം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് എന്തൊക്കെയോ വശപശകൊണ്ട്. സത്യം പറ, എന്താ പറ്റിയ? ആവോ, നമുക്ക് പറഞ്ഞേക്കാം. മണിച്ചേട്ടാ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം സത്യം ചെയ്. ഞങ്ങൾ ഈ പറയാൻ പോണ കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടുകാരോട് ആരോടും പറയത്തില്ലെന്ന്. സത്യം. അല്ല സംഭവം എന്തോ? അത് പിന്നെ അപ്പൊ അങ്ങനെയാണുള്ള കാര്യങ്ങൾ. അവിടെ നിങ്ങളെന്തിനും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയ? ഞങ്ങൾക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. വീട്ടിൽ പറയാതെ വേറെ നിവർത്തിയില്ല. അതൊന്നും പറ്റത്തില്ല. മണിച്ചേട്ടാ, നിനക്കറിയില്ലേ ഗൗരി? എന്ത്? എന്താണ് സംഭവിച്ചത് നിനക്കറിയില്ലേ? ഇല്ല. ഇല്ലേ? അപ്പുറത്തെ ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി ഞാൻ കളിച്ച. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം.
ജോലി വാടാ, വന്ന് ആഹാരം കഴിക്കും. ആ പക്ഷെ അപ്പൊ ഒന്നും വന്നില്ല. അവന്മാരെ പറ്റിക്കാൻ വേണ്ടിയാ ഞാൻ വിചാരിച്ചത്. ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. വേണ്ട, നീ ഒന്നും വിടണ്ട. അറിയില്ലേ ആ നാണയത്തിന്റെ കാര്യം? നീ എന്റെ സ്ഥലത്ത് നിന്ന് എടുത്ത ആ നാണയം, അത് ശാപമേറ്റ നാണയമാണ്. പണ്ട് ഒരു വിഷുപ്പുലരിയിൽ സ്നേഹത്തിന്റെയും നന്മയുടെയും വ്യക്തി. ഞാൻ എന്റെ മകന് കൊടുത്ത കൈനീട്ടമാണ്. അപ്പോഴാണ് ആ ദുഷ്ടന്മാർ, ആ വെള്ളച്ചെന്നായ്ക്കൾ എല്ലാം എന്നിൽ നിന്ന് തട്ടിയെടുത്തത്. ഞാനും എന്റെ മകന്റെ അടുത്തേക്ക് യാത്രയായി. ആ നാണയം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയോ അവിടെ തന്നെ തിരികെ കിട്ടുമോ? ഇല്ലെങ്കിൽ ഇത്രയും ദിവസം സംഭവിച്ചതിനേക്കാൾ വലുതായിരിക്കും ഇനി സംഭവിക്കും. ഞങ്ങളൊന്നും ചെയ്തേ. ഞാൻ അടുത്ത സാധനം അവിടെ തന്നെ കൊണ്ടുവച്ചോളാം. നിങ്ങളോട് ഞാൻ വന്നിട്ട് പറയാം. ചേട്ടാ, ഞാനും ആ ചേട്ടനെ നോക്കിട്ട് വരാം. ശരിയടാ. ചേട്ടാ, മണിച്ചേട്ടാ, മണിച്ചേട്ടാ, എഴുന്നേറ്റ് മണിച്ചേട്ടാ, മണിച്ചേട്ടാ, എനിക്ക് മണിച്ചേട്ടാ, മണിച്ചേട്ടാ, വാ, മണിച്ചേട്ടാ. എഴുന്നേറ്റ്. മതിയോ? എന്ത്? മണിച്ചേട്ടന് ബോധം വന്ന്. ഏത് കൊണ്ടിട്ടാ? ആടാ, കൊണ്ടുപോയിട്ട്. അല്ലടാ, അപ്പൊ ഇവിടെ അവൻ നിന്റെ പുറകെ വന്നിരുന്നു. അതെങ്ങനെ? ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. അല്ലടാ, അപ്പൊ ഇത്രയും ദിവസം സംഭവിച്ച കാര്യമൊക്കെ ഈ നാണയംകാരനാണെങ്കി കുഞ്ഞാപ്പ് തുറന്ന് കുപ്പിയാ. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ കള്ളുപ്പിയായിരിക്കും. ഇതോടെ നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന് വിചാരിക്കാം അല്ലേ? എടാ, ഞാനൊന്നുമില്ല ഈ പരിപാടിക്ക്. നിങ്ങൾ എന്താന്ന് വെച്ചാ അയക്കൂ. എടാ, നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കണ്ടേ? വേണോടാ. എടാ, നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവോ? എടാ, നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. എനിക്കൊരാളെ അറിയാം.
കളിക്കാം.